ലാവയുടെ ലാവ ബ്ലേസ് എക്സ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G സപ്പോർട്ട് ചെയ്യുന്ന കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് എക്സ് 5G എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോണുകളിലും 5G സപ്പോർട്ടിന്റെ കൂടെ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേയും കൂടി കിട്ടുന്നില്ല. അപ്പം അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. അത് മാത്രമല്ല ഡിസ്പ്ലേയിൽ വേറെ കോംപ്രമൈസ് ഒന്നും വരുത്തിയിട്ടില്ല. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. എടുത്തു വരേണ്ട കാര്യം കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും നല്ലൊരു കാര്യം തന്നെയാണ്. പല 5G ഫോൺസിലും അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ അവർ കൊടുക്കാറുണ്ട്. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരുന്നത് 183 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.45 mm ആണ്. പിന്നെ IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ടൈറ്റാനിയം ഗ്രേ അതുപോലെ തന്നെ സ്റ്റാർലൈറ്റ് പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസർ എന്ന് പറയാവുന്നതാണ്. അപ്പം ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. MediaTek Dimensity 7050 പോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ Snapdragon 6 Gen 1 ഇതുപോലുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസറാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 13ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പല കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളിൽ അങ്ങനെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് പല കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകളും കൊടുക്കാറില്ല. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ 1 കൊല്ലത്തെ OS അപ്ഡേറ്റ് ഇതിൽ വരുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 2 കൊല്ലത്തെ OS അപ്ഡേറ്റ് എങ്കിലും കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 64 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സൽ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് തരക്കേടില്ലാത്തൊരു ചാർജിംഗ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷന്റെ വില വരുന്നത് 14,999 രൂപയാണ്. 6GB റാം വെർഷന്റെ വില വരുന്നത് 15,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷന്റെ വില വരുന്നത് 16,999 രൂപയാണ്. പിന്നെ ചില ഓഫേഴ്സ് ഇനീഷ്യലി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 1000 രൂപയുടെ ഓഫറും കൂടി ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 20 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു 5G ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് മോശമാണ് എന്നല്ല, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കോംപ്രമൈസുകളൊന്നും ഇതിൽ വരുത്തിയിട്ടില്ല. അപ്പോൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ലാവ ബ്ലേസ് 2 5G എന്ന സ്മാർട്ട് ഫോൺ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസറും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 256GB ഇന്റേണലും കിട്ടുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ക്യാമറയിലും വരുന്നുണ്ട്. അതിലും കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ 2000 രൂപ എക്സ്ട്രാ കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന കുറച്ചും കൂടി ഇന്റേണലുള്ള ഒരു വെർഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നാലും നിങ്ങളുടെ ബഡ്ജറ്റ് 15,000 രൂപയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ലാവ ബ്ലേസ് എക്സ് 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.